അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഓടി നടക്കുന്ന വഴി പോകുന്ന ആൾക്കാരൊക്കെ ഇതാ എൻ്റെ അഫിലിയേറ്റ് ലിങ്ക് എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. ഹലോ, നമസ്കാരം, എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. എൻ്റെ പേര് മണി കാർത്തിക്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എന്താണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എങ്ങനെ പൈസ ഉണ്ടാക്കാം, ഒത്തിരി പൈസ കിട്ടുമോ, എത്ര പൈസ കിട്ടും, എന്തൊക്കെയാണ് മിസ്റ്റേക്സ്, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, പിന്നെ ഞാൻ കാണിച്ചു കൂട്ടിയ കുറച്ച് അബദ്ധങ്ങളും. ഓക്കെ, തുടങ്ങാം. സോ പലർക്കും അറിയാം, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് പൈസ ഉണ്ടാക്കാനുള്ള, അതായത് മേക്ക് മണി ഓൺലൈൻ എന്ന് പറഞ്ഞ കാറ്റഗറിയിലെ ഒരു നമ്പർ 1 സംഭവമാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. എല്ലാവരും പറയുന്നുണ്ട് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് പൈസ കിട്ടും, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണ് ബെറ്റർ യൂട്യൂബിനേക്കാളും ബ്ലോഗിങ്ങിനേക്കാളും എന്നൊക്കെ ഒത്തിരി പേര് പറയാറുണ്ട്. പക്ഷേ എന്താണ് ശരിക്കും അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ, നമുക്ക് ഒത്തിരി ടെക്നിക്കൽ ജാർഗൺസിലോട്ട് കടക്കാതെ ഞാൻ വളരെ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ വിചാരിക്കുക ബാറ്റയുടെ കമ്പനി, ബാറ്റേൻ്റെ ഷൂസ് ഉണ്ടാക്കുന്ന ഒരു കമ്പനി, നല്ലൊരു കമ്പനിയാണ്. ഇപ്പോൾ ഒത്തിരി പ്രൊഡക്ട്സ് ഒക്കെ പുതിയ വന്നിട്ടുണ്ട്, മോൾസിലൊക്കെ കാണാം ബാംഗ്ലൂർ പോയി കഴിഞ്ഞാൽ. അപ്പം ആ ഒരു കമ്പനി നമ്മളെ അഫിലിയേറ്റ് ആയിട്ട് നമ്മളെ സിനിമയിലെടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളെ അഫിലിയേറ്റ് ആയിട്ട് അവർ ജോയിൻ ചെയ്യിപ്പിച്ചു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമ്മൾ അവരുടെ അഫിലിയേറ്റ് ആയിട്ട് ജോയിൻ ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് ഒരു റെഫറൽ കോഡ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കോഡ് തരും. ഓക്കെ, മണി കാർത്തിക് MK bata.com/mk എന്ന് പറഞ്ഞൊരു ലിങ്ക് തന്നു കഴിഞ്ഞാൽ ആര് ആ ലിങ്കിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാലും ബാറ്റയുടെ എല്ലാ പ്രൊഡക്ട്സും അതിൽ കാണാം. എന്നിട്ട് ആ പ്രൊഡക്ട്സ് ആരെങ്കിലും വാങ്ങിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ പ്രൊഡക്റ്റിൻ്റെ ഒരു 1%ഓ 2%ഓ കമ്മീഷനായിട്ട് കിട്ടും. ഫോർ എക്സാമ്പിൾ, ഒരു പ്രൊഡക്റ്റ് 1000 രൂപയുടെ ഷൂസ് ആണെന്ന് വരിക, അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ 1% കിട്ടും, അതായത് 100 രൂപ എനിക്ക് കിട്ടും. ഇതാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. വേറെ ഒരു സംഭവമല്ല, വളരെ സിമ്പിളാണ്. പക്ഷേ ഇതിനകത്ത് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. എന്താണെന്ന് ഞാൻ പറയാം. സോ അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിൻ്റെ ഏകദേശം ഒരു രൂപം മനസ്സിലായല്ലോ. ഇനി അഫിലിയേറ്റ് മാർക്കറ്റിംഗ് തുടങ്ങുന്ന ഒരാൾ എങ്ങനെ തുടങ്ങാം, ഏതൊക്കെ കമ്പനികളിൽ നമുക്ക് അഫിലിയേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം, ആരൊക്കെ നമ്മൾ അപ്രൂവ് ചെയ്യും എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ ബാറ്റൻ്റെ ഞാനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞാണ്. ബാറ്റ പോലെ ഇഷ്ടംപോലെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കമ്പനീസ് ഉണ്ട് അഫിലിയേറ്റ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്നത്. അത് അവർ പറയും, നിങ്ങൾ വരൂ, അഫിലിയേറ്റ് ആയിട്ട് ജോയിൻ ചെയ്യൂ, നമുക്കൊരു അഗ്രിമെൻറ്റ് സൈൻ ചെയ്യാം, എന്നിട്ട് നിങ്ങൾക്കൊരു റെഫറൽ കോഡ് ഞാൻ തരും, അല്ലെങ്കിൽ ഒരു റെഫറൽ ലിങ്ക് നമ്മൾ തരും. ഇതുകൊണ്ട് നിങ്ങൾ ആർക്ക് വേണമെങ്കിലും പോയിട്ട് നമ്മുടെ പ്രൊഡക്ട്സ് വിറ്റോളൂ. നിങ്ങൾ വിൽക്കുന്നതിനകത്ത് 1%ഓ 2%ഓ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ അഗ്രിമെൻ്റ് എന്ന് വെച്ചാൽ ആ ഒരു പെർസെൻറ്റേജിലുള്ള കമ്മീഷൻ നമുക്ക് കിട്ടും എന്ന് പറയും. ഇതാണ് സിമ്പിളായിട്ടുള്ള ഫോർമുല. പക്ഷേ ഈ കമ്പനികളെ നമ്മൾ എവിടെ നിന്ന് പോയി തപ്പിപ്പിടിക്കും എന്നുള്ളതാണ് മേജറായിട്ടുള്ള പ്രോബ്ലം. അപ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള അഫിലിയേറ്റ് എല്ലാവർക്കും അറിയാവുന്നത് ആമസോൺ ആണ്. അതായത് പണ്ട് മുതലേ ഈ അഫിലിയേറ്റിൻ്റെ ഒരു രാജാവാണ് ആമസോൺ എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആമസോണിൽ എല്ലാ പ്രൊഡക്ട്സും എല്ലാ ബ്രാൻഡ്സും ഉണ്ട്. അപ്പം നമ്മൾ ഡയറക്റ്റായിട്ട് അഫിലിയേറ്റ് ആവുന്നത് ആമസോണിനോടാണെന്നുണ്ടെങ്കിൽ ആമസോണിലുള്ള എല്ലാ പ്രൊഡക്റ്റും നമുക്ക് വിൽക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല, യൂട്യൂബേഴ്സ് പലപ്പോഴും പറയും, ഞാൻ ഉപയോഗിക്കുന്ന ക്യാമറ ഇതാണ്, അല്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് ഇതാണ്, ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ആമസോണിൽ പോയി നോക്കിക്കോളൂ, ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ടെന്ന് പറയും. ഞാനും പറഞ്ഞിട്ടുണ്ടെന്നാണ് പല വീഡിയോസിലും. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ആമസോണിൽ പോയി സാധനം വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്കാണ് അതിൻ്റെ പൈസ കിട്ടുന്നത്. നിങ്ങൾക്ക് എക്സ്ട്രാ പൈസ ഒന്നും കൊടുക്കുകയും വേണ്ട. സെയിം പ്രൈസിന് തന്നെ നിങ്ങൾക്ക് അല്ലെങ്കിലും വാങ്ങിക്കാൻ പറ്റും. സെയിം പ്രൈസാണ് അഫിലിയേറ്റ് ആയാലും അല്ലെങ്കിലും സെയിം പ്രൈസാണ് പ്രൊഡക്റ്റിനുള്ളത്. അപ്പോൾ ഇതുകൊണ്ടാണ് പല യൂട്യൂബേഴ്സും ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഈ അഫിലിയേറ്റ് ലിങ്ക് ഇടുന്നത്. അഫിലിയേറ്റ് ലിങ്ക് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല, അവർക്കേ മനസ്സിലാവുള്ളൂ. അതൊരു ഷോർട്ട് ലിങ്ക് ആയിരിക്കും. ആമസോണിൻ്റെ ഐ തിങ്ക് AMZN.2 Amazon.2 എന്ന് പറഞ്ഞൊരു നമ്പറൊക്കെ ആയിട്ടൊരു സംഭവമായിരിക്കും. അതാണ് സാധാരണ റെഫറൽ ലിങ്ക് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഗുട്ടൻസ്. അപ്പോൾ നമ്മൾ തുടങ്ങാൻ നേരത്ത് നമ്മൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഓർത്ത് വെക്കേണ്ടതുണ്ട്. അതായത് നമ്പർ 1, നമ്മൾ ഏത് അഫിലിയേറ്റ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുന്നു എന്നുള്ളതിൽ വലിയ കാര്യമില്ല. കാരണം നമ്മളിപ്പോൾ ആമസോണിൽ ജോയിൻ ചെയ്തിട്ട് നമ്മൾ നാളെ മുതൽ ഇതങ്ങ് മലമറിച്ചേക്കാം എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഓഡിയൻസ് ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ആദ്യം ആമസോണിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് നമ്മൾ ജോയിൻ ചെയ്തിട്ട് നമ്മൾ നാളെ പോയിട്ട് നമ്മുടെ വാട്സാപ്പിലും ഗ്രൂപ്പ്സിലും നമ്മുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീൻ്റെ അടുത്തൊക്കെ ഇതാണ് നമ്മുടെ ലിങ്ക്, ഇതാണ് നിങ്ങൾക്ക് പ്രൊഡക്ട്സ് വേണമെങ്കിൽ പോയി വാങ്ങിച്ചോളൂ, ക്ലിക്ക് ചെയ്തോളൂ, എനിക്കതിൽ നിന്നൊരു കമ്മീഷൻ കിട്ടും എന്ന് പറഞ്ഞാൽ പോലും എത്ര ദിവസം ആൾക്കാർ ഇത് വാങ്ങിക്കും? മേ ബി 2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച മാക്സിമം മാത്രമല്ലേ പറ്റുള്ളൂ. അപ്പോൾ നമുക്കൊരു ആക്റ്റീവ് ഓഡിയൻസ് അല്ല നമ്മൾ ഈ സെല്ല് ചെയ്യുന്നത്. അവർ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനൊരു സംഭവം. അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ആമസോണിൽ പോയി വാങ്ങിച്ചാൽ മതി, നമ്മുടെ ലിങ്കിൽ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് തുടങ്ങുമ്പോഴേക്കും നമുക്കൊരു ആക്റ്റീവ് ഓഡിയൻസ്, അതൊരു വാംഡ് അപ്പ് ഓഡിയൻസ് എന്ന് പറയും, അല്ലെങ്കിൽ ഹാൻഡ് റേസേഴ്സ് എന്ന് പറയും മാർക്കറ്റിംഗ് ടേംസിൽ. അതായത് വാങ്ങിക്കാൻ താല്പര്യമുള്ള ആൾക്കാരെ നമ്മളെപ്പോഴും ഒരുമിച്ച് നിർത്തി ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ഓഡിയൻസ് ആക്കി കൊണ്ടുപോകണം. എന്നിട്ട് നമ്മൾ അവരുടെ അടുത്ത് പറയുവാണ്, ഇതാ ഇങ്ങനൊരു പ്രൊഡക്റ്റ് ഉണ്ട്, ഇതാണ് എൻ്റെ അഫിലിയേറ്റ് ലിങ്ക്, ഇവിടുന്ന് നിങ്ങൾ സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇത്ര കമ്മീഷൻ കിട്ടും, നിങ്ങൾ വാങ്ങിച്ചോളൂ അറ്റ് നോ എക്സ്ട്രാ കോസ്റ്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഓടി നടക്കുന്ന വഴി പോകുന്ന ആൾക്കാരൊക്കെ ഇതാ എൻ്റെ അഫിലിയേറ്റ് ലിങ്ക് എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു ആക്റ്റീവ്, അതായത് ഒരു വില്ലിങ്നെസ്, ഇൻറ്റൻറ്റ് ഉള്ള ഒരു ഗ്രൂപ്പ് നമ്മൾ ആദ്യ സ്റ്റെപ്പായിട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്.
അപ്പോൾ അതിന് നമ്മൾ എന്ത് വേണം, എവിടെ നിന്ന് നമ്മൾ ഈ ഓഡിയൻസിന് ഉണ്ടാക്കും? അപ്പോൾ ഞാൻ ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വെബ്സൈറ്റ്സ് ഉണ്ടാക്കുമ്പോൾ ഏതെങ്കിലും ഒരു നീഷ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ ലെറ്റ്സ് സേ പേഴ്സണൽ ഫൈനാൻസ്, അല്ലെങ്കിൽ ട്രാവൽ, അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി, അല്ലെന്നുണ്ടെങ്കിൽ ആർട്ട്, അങ്ങനെ ഇഷ്ടംപോലെ കാറ്റഗറീസ് ഉണ്ടല്ലോ. ആ ഒരു കാറ്റഗറിയിൽ നമ്മൾ ഒരു വെബ്സൈറ്റ് തുടങ്ങുമ്പോൾ ആ വെബ്സൈറ്റിൽ നമ്മൾ ബേസിക്കലി ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ഡെവലപ്പ് ചെയ്യും. ഇപ്പോൾ ഞാൻ കണ്ടൻറ് എഴുതുന്നത് മാത്രമല്ല, അതിൻ്റെ പുറകിൽ നമ്മളൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ടാവും, അല്ലെങ്കിൽ ആ വെബ്സൈറ്റിൽ തന്നെ കമൻസും കാര്യങ്ങളൊക്കെ ആയിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടാവും, അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആൾക്കാർ എക്സ്പെക്ട് ചെയ്യുന്നത് ഇപ്പോൾ ട്രാവലിൻ്റെ ബേസ് ആയിട്ടുള്ളൊരു വെബ്സൈറ്റാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നുണ്ടെങ്കിൽ അവർക്കറിയാം ഇതിൽ ഞാൻ ട്രാവലിനെ കുറിച്ചുള്ള പ്രോഡക്ട്സ് റിവ്യൂ ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ അഫിലിയേറ്റ് ലിങ്ക്സ് ഷെയർ ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ ടിപ്സ് ഷെയർ ചെയ്യുമായിരിക്കും. അപ്പോൾ അവർക്കറിയാം ഇതാണ് പ്രതീക്ഷിക്കേണ്ടത് ഈ ഒരു വെബ്സൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നോ എന്നുള്ളത്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ലിങ്കോ ഒരു പ്രൊഡക്റ്റോ പിന്നീട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നം വരില്ല. നേരെ മറിച്ച് നമ്മൾ ഒരു ടൈംസ് ഓഫ് ഇന്ത്യ പോലത്തെ ഒരു ജനറിക് ആയിട്ടുള്ള ഒരു ന്യൂസ് വെബ്സൈറ്റോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു വളരെ പർട്ടിക്കുലർ ഒരു കാറ്റഗറിയിലല്ലാത്ത ഒരു 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 വെബ്സൈറ്റ് തുടങ്ങിക്കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ ഒരു റിലേഷനും ഇല്ലാത്ത ചുമ്മാ റാൻഡം ആയിട്ടുള്ള കുറേ അഫിലിയേറ്റ് പ്രോഡക്ട്സ് ഒക്കെ നമ്മൾ അതിൻ്റെ അകത്തോട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരത് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അല്ലെങ്കിൽ അവരത് പ്രതീക്ഷിക്കുന്നില്ല നമ്മുടെ അടുത്ത് നിന്ന്. അപ്പോൾ അതൊരു ഒരു 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 പ്രശ്നം വരും അവിടെ. അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മളെപ്പോഴും ആ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുക. അതിനൊരു വെബ്സൈറ്റ് തന്നെ വേണമെന്നില്ല എന്നുള്ളതാണ് സത്യം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് തന്നെ ഉണ്ടാക്കാം. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫേസ്ബുക്കിൻ്റെ അകത്ത് വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഗ്രൂപ്പ്സ് എന്നുള്ളത്. അത് പല 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 ടോപ്പിക്സിലുണ്ട്. ഇപ്പം കാർ എന്തൂസിയാസിൻ്റെ ഉണ്ട്, അല്ലെങ്കിൽ മോഡിഫയേഴ്സ്, ബൈക്ക് എന്തൂസിയാസിൻ്റെ ഉണ്ട്, ക്രിപ്റ്റോ കറൻസി എന്തൂസിയാസിൻ്റെ ഉണ്ട്, അല്ലെങ്കിൽ ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ളവരുണ്ട്, ഫുഡ് കഴിക്കാൻ താല്പര്യമുള്ളവരുണ്ട്. അപ്പോൾ ഈ കാറ്റഗറീസ് എല്ലാം നമ്മളൊരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയിൽ ഫോക്കസ് ചെയ്ത് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കാറ്റഗറിയിൽ നമ്മൾ എന്തൊക്കെ അഫിലിയേറ്റ് പ്രോഡക്ട്സ് നമ്മൾ മനസ്സിലാക്കി അതിൽ അപ്ലൈ ചെയ്ത് ജോയിൻ ചെയ്ത് നമുക്ക് അതിൻ്റെ റെഫറൽ ലിങ്ക് കിട്ടുമ്പം നമ്മൾ ഈ ഗ്രൂപ്പിൽ കൊണ്ടുവന്ന് ഷെയർ ചെയ്യുമ്പം, ഇടയ്ക്കിടയ്ക്ക് ഷെയർ ചെയ്യുമ്പം നമുക്ക് അതിനുള്ള ഓരോ കമ്മീഷൻസ് കിട്ടും. ഇതാണ് അതിൻ്റെ ഒരു ഗുഡൻസ്. ഇനി മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏത് കമ്പനിയിൽ അല്ലെങ്കിൽ ഏത് അഫിലിയേറ്റ് പ്രോഗ്രാമിലാണ് ജോയിൻ ചെയ്യുന്നതെന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എൻ്റെ അഭിപ്രായത്തിൽ ആ കൂടെ 2 ടൈപ്പ് ഓഫ് അഫിലിയേറ്റ് പ്രോഗ്രാംസേ ഈ ലോകത്തുള്ളൂ. ഒന്നെന്ന് പറയുന്നത് നമുക്ക് വളരെ നന്നായിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന പെർസെൻറ്റേജ് ഓഫ് കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു 10% അല്ലെങ്കിൽ 20%, അല്ലെങ്കിൽ അതിന് മുകളിലോട്ടുള്ള പ്രോഗ്രാംസ് ആയിരിക്കും. നേരെ മറിച്ച് വളരെ പീനട്സ്, അതായത് നമുക്ക് ഒരു സെയിൽ കിട്ടിയാൽ പോലും 5 രൂപ 1 രൂപയൊക്കെ കിട്ടുന്ന ഇഷ്ടംപോലെ അഫിലിയേറ്റ് പ്രോഗ്രാംസ് ഉണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ അതിൽ നിന്ന് ചേരാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഒത്തിരി മെനക്കേടാണ്. നമ്മൾ ഇഷ്ടംപോലെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നമ്മൾ വർക്ക് ചെയ്തിട്ട് അവസാനം നമുക്ക് കിട്ടുന്നത് വളരെ തുച്ഛമായ ഒരു തുകയായിരിക്കും. നേരെ മറിച്ച് നല്ല റെഫറൽ ഫീസുള്ള, അതായത് 2% മുതൽ 20% വരെയൊക്കെ കമ്മീഷനുള്ള അഫിലിയേറ്റ് പ്രോഗ്രാംസിൽ നമ്മൾ ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ കുറച്ചേ നമുക്ക് സെയിൽസ് വരുന്നുള്ളൂ എന്നുണ്ടെങ്കിലും അതിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനം എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഒരു 1000 റുപ്പീസിൻ്റെ ഒരു സാധനം ആരെങ്കിലും വാങ്ങിച്ചു കഴിഞ്ഞാൽ 20% എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, അത്രയും തന്നെ കിട്ടും. അപ്പോൾ അതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ തേർഡ് പിടിച്ച് അങ്ങനത്തെ ഉള്ള അഫിലിയേറ്റ് പ്രോഗ്രാംസ് മാത്രം നിങ്ങൾ ജോയിൻ ചെയ്യാം. അപ്പോൾ ഈ പ്രോഗ്രാംസ് നമുക്ക് എവിടെ കാണാൻ കിട്ടും, എവിടെ കിട്ടും എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അപ്പോൾ അതിന് മാർക്കറ്റ് പ്ലേസസ് ഉണ്ട്, അഫിലിയേറ്റ് മാർക്കറ്റ് പ്ലേസസ് എന്ന് പറയും. അതിന് ഒന്നാമത് നിങ്ങൾ ആമസോണിൽ പോയിട്ട് ജോയിൻ ചെയ്യുക. ആമസോണിൻ്റെ അഫിലിയേറ്റ് ലിങ്ക് എങ്ങനെ ജോയിൻ ചെയ്യണമെന്നുള്ളത് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലിടാം. അതെൻ്റെ അഫിലിയേറ്റ് ലിങ്ക് അല്ല കേട്ടോ, അത് ശരിക്കുള്ള ലിങ്കാണ്. അത് ഞാൻ ഷെയർ ചെയ്തേക്കാം. അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിന് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. ആർക്ക് വേണമെങ്കിലും ഒന്ന് ജോയിൻ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്കൊരു ആക്റ്റീവ് ഓഡിയൻസ് ഉണ്ടായിരിക്കണം. ഐഡിയലി നിങ്ങൾക്കൊരു വെബ്സൈറ്റ് ഉണ്ടായിരിക്കണം, അതിൽ കുറച്ച് ട്രാഫിക് ഉണ്ടായിരിക്കണം, ഫ്രഷ് ആയിട്ടുള്ള വെബ്സൈറ്റ് ആയിരിക്കരുത്. അങ്ങനെ ഒത്തിരി ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ അതും കൂടെ ഞാൻ താഴെ ഷെയർ ചെയ്തേക്കാം. രണ്ടാമത്തത് മാർക്കറ്റ് പ്ലേസസ് എന്ന് പറഞ്ഞല്ലോ. അതിപ്പോൾ വി കമ്മീഷൻ എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ ഇഷ്ടം പോലെ മാർക്കറ്റ് പ്ലേസസ് ഉണ്ട്. ഈ മാർക്കറ്റ് പ്ലേസസിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കമ്പനീസ്, ഫോർ എക്സാമ്പിൾ ഇപ്പം അമേരിക്കൻ എക്സ്പ്രസിൻ്റെ ക്രെഡിറ്റ് കാർഡ്സ്, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ചാർട്ടേഡിൻ്റെ ക്രെഡിറ്റ് കാർഡ്സ്, അല്ലെങ്കിൽ കോട്ടക് മഹീന്ദ്രയുടെ ക്രെഡിറ്റ് കാർഡ്സ്, അല്ലെങ്കിൽ എയർടെലിൻ്റെ പ്ലാൻസ്, അല്ലെങ്കിൽ നമ്മുടെ എത്തിഹാദിൻ്റെയും എമിറേറ്റ്സിൻ്റെയും പ്ലെയിൻ ടിക്കറ്റ്സ്, ഇങ്ങനെ പല പല കാറ്റഗറീസിലുള്ള പ്രൊഡക്ട്സുമായിട്ട് അവർ ഡയറക്റ്റായിട്ട് ടൈപ്പ് ചെയ്തിട്ട് അവരൊരു പാർട്ട്ണർഷിപ്പ് റെഡിയാക്കി വെച്ചിട്ട് നിങ്ങളോട് അഫിലിയേറ്റ് ആയിട്ട് ജോയിൻ ചെയ്യാൻ പറയും. അപ്പോൾ നിങ്ങൾ ഈ മാർക്കറ്റ് പ്ലേസിൽ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പല 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 പ്രൊഡക്ട്സും അതിൻ്റെ അകത്ത് കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ അവരുടെ അഫിലിയേറ്റ് ആയിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കുറേ ക്രൈറ്റീരിയസ് ഉണ്ട്. ഇത് പറഞ്ഞ പോലെ അവർക്ക് നമുക്ക് വെബ്സൈറ്റ് ഉണ്ടോ എന്ന് ചോദിക്കും, അല്ലെങ്കിൽ നമുക്ക് ആക്റ്റീവ് ഓഡിയൻസോ കമ്മ്യൂണിറ്റിയോ ഗ്രൂപ്പോ ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. പലതിനും പലതായിട്ടുള്ള റിക്വയർമെൻറ്റ്സ് ആണ്. പക്ഷേ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് അപ്രൂവൽ കിട്ടുന്നത് ഈ മാർക്കറ്റ് പ്ലേസസിൽ നിന്നാണ്. ഡയറക്റ്റ് ആയിട്ട് ആമസോൺ പോലെയോ അല്ലെങ്കിൽ ഈ ഡയറക്റ്റ് കമ്പനീസിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം
അവർ കുറച്ചും കൂടി ഒന്ന് ടൈറ്റായിട്ട് നോക്കിയിട്ട് നമുക്ക് അപ്രൂവൽ തരത്തുള്ളൂ. അപ്പോൾ ഈ മാർക്കറ്റ് പ്ലേസസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഇഷ്ടം പോലെ പ്രോഡക്ട്സ് അഫിലിയേറ്റ് ആയിട്ടുള്ളത് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് രണ്ടാമത്തെ കാര്യം. പിന്നെ മൂന്നാമത്തെ വേ എന്ന് പറയുന്നത് ഡയറക്റ്റായിട്ട് നമ്മൾ ഈ കമ്പനികളിലോട്ട് പോയിട്ട് അവരുടെ അടുത്ത് നിന്ന് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അതിന് കണ്ടുപിടിക്കാനായിട്ട് ഒന്നും ചെയ്യേണ്ട, ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. ഗൂഗിളിൽ പോയിട്ട് അഫിലിയേറ്റ് പ്രോഗ്രാംസ്, ടോപ്പ് അഫിലിയേറ്റ് പ്രോഗ്രാംസ് എന്നൊക്കെ പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇപ്പം നിങ്ങൾക്ക് പർട്ടിക്കുലർ ഏതെങ്കിലും ഒരു നീഷാണ്, അല്ലെങ്കിൽ നിങ്ങളിപ്പം എഴുതുന്ന ബ്ലോഗ് ട്രാവലിൻ്റെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ട്രാവലിൽ എന്തൊക്കെ അഫിലിയേറ്റ് പ്രോഗ്രാംസ് ഉണ്ടെന്നുള്ളത് അറിയാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ട്രാവൽ അഫിലിയേറ്റ് പ്രോഗ്രാംസ് എന്ന് പറഞ്ഞ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കമ്പനീസിനെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അവരുടെ വെബ്സൈറ്റിലുണ്ടാവും. അവിടെ നിങ്ങൾക്ക് ഒരു ഫോം ഉണ്ടാവും ഫില്ലപ്പ് ചെയ്യാനായിട്ട്. അത് ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ അപ്രൂവ് ചെയ്യും. പക്ഷേ എപ്പോഴും ഞാൻ കണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ മാർക്കറ്റ് പ്ലേസസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറേയും കൂടെ എളുപ്പത്തിൽ നമുക്ക് അപ്രൂവൽ കിട്ടും. ഡയറക്റ്റായിട്ട് കമ്പനീസിൻ്റെ അടുത്ത് പോകുമ്പോൾ അവർ കുറേയും കൂടെ നമ്മൾ സ്ക്രൂട്ടനൈസ് ചെയ്യും. ഇയാൾ ആരാണ്, അവർക്ക് വെബ്സൈറ്റ് ഉണ്ടോ, ഇപ്പോൾ തുടങ്ങിയതാണോ, കുറച്ച് നാളായിട്ട് തുടങ്ങിയതാണോ, ആക്റ്റീവ് ഓഡിയൻസ് ഉണ്ടോ, സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് എന്താണ്, ഇത് ശരിക്കുള്ളൊരു മനുഷ്യൻ തന്നെയാണോ, അല്ലെങ്കിൽ വെറും ഫേക്ക് ആയിട്ടുള്ള ആരെങ്കിലും ആണോ, ഉടായ്പാണോ എന്നൊക്കെ ഉള്ളവർ ടെസ്റ്റ് ചെയ്തിട്ടൊക്കെ അപ്രൂവൽ തരുള്ളൂ. അതൊരു രീതിയിൽ പറഞ്ഞാൽ നല്ല കാര്യമാണ്, പക്ഷേ കുറച്ചും കൂടി ടൈറ്റ് ആയിരിക്കും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ ഇതൊക്കെയാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് തുടങ്ങാനുള്ള കുറച്ച് ടിപ്സ്. ഇപ്പോൾ നമ്പർ 1, നിങ്ങൾ എപ്പോഴും ചൂസ് ചെയ്യുമ്പോൾ നല്ല പെർസെൻറ്റേജ് ഉള്ള ഒരു 2 to 20% എന്ന് ഞാൻ പറയും. അതിൻ്റെ മുകളിലോട്ടായാൽ അത്രയും നല്ലത്. അങ്ങനത്തെ കമ്മീഷൻസ് കൊടുക്കുന്ന പ്ലാൻസ് മാത്രം സെലക്ട് ചെയ്യുക. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ എപ്പോഴും ഒരു ഓഡിയൻസിനെ ഉണ്ടാക്കിയിട്ട് മാത്രം നമ്മൾ ഒരു പ്രോഗ്രാം അതിലോട്ട് ലോഞ്ച് ചെയ്യുക. ആദ്യം തന്നെ നിങ്ങൾ പോയി ഒത്തിരി പ്രോഗ്രാംസിൽ ജോയിൻ ചെയ്തിട്ട് പിന്നെ നമ്മൾ ഓഡിയൻസിനെ ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. നിങ്ങൾക്കും ഭയങ്കരമായിട്ട് ബോറടിക്കുകയും ചെയ്യും, ഭയങ്കര ടെൻഷൻ ആവുകയും ചെയ്യും. അതിനേക്കാളും നല്ലത് നമ്മൾ ആദ്യം ഒരു ഇൻവെസ്റ്റ് ചെയ്യുക ഒരു ഓഡിയൻസ് ഉണ്ടാക്കാൻ. അതൊരു വെബ്സൈറ്റ് ആയിക്കോട്ടെ, ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് ആയിക്കോട്ടെ, പിന്നെ വാട്സാപ്പ് ഗ്രൂപ്പ് ആയിക്കോട്ടെ, ടെലിഗ്രാം ഗ്രൂപ്പ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, നിങ്ങൾ ആ ഒരു കമ്മ്യൂണിറ്റി ആദ്യം ഫോം ചെയ്യുക. എന്നിട്ട് അവർക്ക് ഒരു ഇൻറ്റൻഷൻ അവരുടെ കറക്റ്റായിട്ടുള്ളത് സെറ്റ് ചെയ്യുക. അതായത് നമ്മൾ ഇതേപോലെ പ്രൊഡക്ട്സ് ഷെയർ ചെയ്യും, അല്ലെങ്കിൽ ടിപ്സ് ഷെയർ ചെയ്യും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. എന്നിട്ട് നമ്മൾ ഷെയർ ചെയ്യുക ഈ പ്രോഗ്രാംസ്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് തുടങ്ങാനുള്ള കാര്യങ്ങൾ. കുറേ പോയിന്റ്സ് ഞാനിപ്പോൾ മെൻഷൻ ചെയ്തു. പക്ഷേ ഇതിൽ അപ്പുറത്തോട്ട് കുറേ കാര്യങ്ങളുണ്ട്. എങ്ങനെ നമുക്കൊരു വെബ്സൈറ്റിൽ ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം, എങ്ങനെ നമുക്ക് മാർക്കറ്റ് പ്ലേസസിൽ അപ്രോച്ച് ചെയ്യാം, എങ്ങനത്തെ ഇതിനകത്ത് ടാക്സേഷൻ വരുന്നുണ്ട്, നമ്മുടെ റവന്യൂ എങ്ങനെ നമുക്ക് സ്ട്രീം ചെയ്യാം, അല്ലെങ്കിൽ ഏത് പ്ലഗിൻസ് ഉപയോഗിക്കാം, അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ ഡീപ്പായിട്ടുള്ളതും അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ അതെല്ലാം കൂടി പറഞ്ഞ് ഞാനിപ്പം ഒത്തിരി അങ്ങോട്ട് കുളവാക്കുന്നില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാം, കമൻസിൽ താഴെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അടുത്ത ഒരു പാർട്ട് 2 എന്നുള്ള പോലെ നമുക്ക് അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അതുവരേക്കും നമുക്ക് ഇത് വെച്ചൊന്ന് തുടങ്ങാം. എല്ലാ ലിങ്ക്സും, ഞാനിപ്പം നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളുടെ ലിങ്ക്സും, എല്ലാ വെബ്സൈറ്റിൻ്റെ ലിങ്കും, എവിടെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അവിടെ നിന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നോക്കിക്കോളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, പറ്റാവുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യാം. ദിസ് ഈസ് മണി കാർത്തിക്, സൈനിങ് ഓഫ്.